ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അർദ്ധനാരീശ്വരൻ്റെ കളറിങ്ങിൽ ബാക്ക്ഗ്രൗണ്ട് കളറിങ്. ഫസ്റ്റ് 2 കോട്ട് യെല്ലോ വാഷും റെഡ് വാഷും എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ലെയറിന് ഉപയോഗിക്കുന്നത് പെർമനൻ്റ് യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പെർമനൻ്റ് യെല്ലോ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഒരു 30 to 50 ഡ്രോപ്സ് വെള്ളം മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ലിക്വിഡ് ആക്കിയിട്ട് വേണം ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യാൻ. ഇവിടെ ഞാൻ കളറിങ്ങിന് ലൈൻ ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റൗണ്ട് ബ്രഷും യൂസ് ചെയ്യാം. ഫസ്റ്റ് ലെയർ നല്ല ലൈറ്റായിട്ട് വേണം ചെയ്യാൻ, അതുകൊണ്ട് നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. പെർമനൻ്റ് യെല്ലോ എടുക്കാൻ കാരണം ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നല്ലപോലെ ബ്രൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെർമനൻ്റ് യെല്ലോ എടുത്തിരിക്കുന്നത്. യെല്ലോ ഓക്കർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് അല്ലെങ്കിൽ 2 കളറും 50-50% ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ പക്ഷേ യൂഷ്വലി പെർമനൻ്റ് യെല്ലോ മാത്രമാണ് യൂസ് ചെയ്യാറ് ഫസ്റ്റ് ലെയറിന്. ഈ പിക്ചറിൻ്റെ 4 സൈഡ് ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ വിഡ്ത്ത് ഞാൻ ബോർഡർ വരച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ടേപ്പ് ഒട്ടിക്കാം, കളർ അങ്ങോട്ട് കയറാതിരിക്കാൻ. അതെല്ലാം നീറ്റായിട്ട് കളർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലെ ബോർഡർ വരച്ചിട്ടും നമുക്ക് ചെയ്യാം. ഈ പിക്ചറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഔട്ട്ലൈനിങ് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇത് വരച്ച ഔട്ട്ലൈൻ ഇട്ടിട്ട് ഒരു 5-6 മാസം മുമ്പ് ചെയ്തു വെച്ച വർക്കാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് അതിൻ്റെ വീഡിയോ ഒന്നുമില്ല. സോ നമുക്കിവിടെ കളറിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്യാൻവാസിലെ ചിത്രം വരച്ച് കളറിങ് ചെയ്ത് കഴിയണ വരെയും നമ്മൾ കൈ വയ്ക്കുന്ന സ്ഥലത്ത് ഒരു പേപ്പർ വെക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എണ്ണമെഴുക്ക് എന്തെങ്കിലും ചളിയോ ആയിക്കഴിഞ്ഞാൽ ക്യാൻവാസിൽ ആ ഭാഗത്ത് കളറിങ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു വൈറ്റ് കളർ പേപ്പർ നമ്മുടെ കൈയിൻ്റെ താഴെ വെക്കണം. ഫസ്റ്റ് ലെയർ ബാക്ക്ഗ്രൗണ്ട് കളറിങ്ങിൽ ഹൈലൈറ്റിംഗ് ഒന്നുമില്ല, നോർമലായിട്ടുള്ള കളറിങ് ആണ്. ഈവൺ ആയിട്ട് അധികം ബ്രഷ് പാച്ചസ് ഒന്നും വരാതെ ഈവൺ ആയിട്ട് എല്ലാ സ്ഥലത്തും കളറ് ഒരേപോലെ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ചിത്രം വരച്ചത് 1 താളം 6 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ്. അതുപോലെ ക്യാൻവാസിൻ്റെ സൈസ് A3 ആണ്. ഫസ്റ്റ് ലെയർ നല്ലപോലെ ഉണങ്ങി. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം. യെല്ലോ ഓക്കറും വെർമില്യൻ ഹ്യൂ ആണ് വേണ്ടത്. 1 ഡ്രോപ്പ് വെർമില്യൻ ഹ്യൂവും അതിൻ്റെ ഒരു 20 to 30% യെല്ലോ ഓക്കറും കൂടി എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 50 ഡ്രോപ്സ് വെള്ളവും കൂടി ചേർത്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് നല്ല ലൈറ്റ് ഷെയ്ഡായിട്ട് വേണം നമുക്ക് സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യാൻ. ഈ കളർ കോമ്പിനേഷൻ ആദ്യം ഒരു ക്യാൻവാസിൻ്റെ സൈഡിലൊന്ന് കുറച്ചടിച്ച് നോക്കുക. ഇതുപോലെ നല്ല ലൈറ്റായിട്ടുള്ള ഷെയ്ഡിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഇനി 3rd ലെയർ കൂടി കൊടുക്കണം, അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ സെക്കൻഡ് ലെയറിൽ റെഡ് കളർ നല്ല തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ 3rd ലെയർ അങ്ങനെ ഭംഗി ഉണ്ടാവില്ല കാണാൻ, എല്ലാം കൂടി ഒരുപാട് ഡാർക്കാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ സെക്കൻഡ് ലെയർ കൊടുക്കുമ്പോൾ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ 2-3 കളർ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചധികം എടുത്ത് കണ്ടെയ്നറിൽ മിക്സ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് അപ്പം മിക്സ് ചെയ്താൽ കളർ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഈ ലെയറിൽ ചെറിയൊരു ഹൈലൈറ്റിംഗ് വേണം. ഇതുപോലെ വിൻഡിൻ്റെ സൈഡിലെല്ലാം ചെറിയ രീതിയിൽ ഒരു ഹൈലൈറ്റിംഗ് കൊടുത്തിട്ട് വേണം നമുക്ക് മൊത്തം ബാക്ക്ഗ്രൗണ്ടും ഫിനിഷ് ചെയ്യാൻ. ഫസ്റ്റ് ലെയർ എവിടെയെല്ലാം ചെയ്തു അവിടെയെല്ലാം ഇതേപോലെ ഈവൺ ആയിട്ട് ലൈറ്റ് വാഷ് സെക്കൻഡ് ലെയർ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഫൈനൽ ലെയറിങ് ചെയ്യാം. ബിന്ദുജം മെത്തേഡാണ് അത് ചെയ്യുന്നത്. എങ്ങനെയാണ് പഠിക്കാം. ഓൾറെഡി നമ്മൾ രേഖികം മെത്തേഡ് പഠിച്ചു, ഷെയ്ഡിങ് മെത്തേഡിൽ. നെക്സ്റ്റ് ബിന്ദുജം പഠിക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് സെക്കൻഡ് ലെയർ കൊടുത്തിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.